ഹായ്. ആ ആ ഇ ഈ പഠിച്ചോ? ഇന്നലെ ഞാൻ പഠിപ്പിച്ചിരുന്നു. എല്ലാവരും പഠിച്ചോ? ഇന്ന് നമ്മൾ ഊ എന്ന അക്ഷരമാണ് പഠിക്കാൻ പോണേ. ഊവിൻ്റെ ഒരു കുഞ്ഞു പാട്ടും ഊ എന്ന അക്ഷരം. എങ്ങനെ ഊ എഴുതാം? ഇന്നലെ നമ്മൾ ഈ എഴുതി, ഒരു കുനിപ്പെടുത്ത്, ഒരു റാ വരച്ചു, പിന്നെയും ഒരു റാ വരച്ച് താഴേക്ക് വന്നപ്പോഴാണ് ഈ ആയത് അല്ലേ? ഇന്ന് നമ്മൾ ഒരു കുനിപ്പ്, അതിങ്ങനെ വലിയൊരു റാ വരച്ചിട്ട് നേരെ താഴേക്ക്, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഈ ആയി, ഇതൊരെണ്ണമായിട്ട് ഇങ്ങനെ താഴേക്ക് ഈ വരച്ച പോലെ തന്നെ ആ ഊവിൻ്റെ അത്രയും വരച്ച് കഴിയുമ്പം ഊവായി. ഊ ഊ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ വാക്കുകൾ അറിയാം? ഉണരുക, ഉണ്മ, ഉല, അങ്ങനെ കുറേ വാക്കുകളുണ്ട്. ഊവെന്നക്ഷരം എഴുതുമ്പോൾ ഉണർന്നിരിക്കണം നാമെല്ലാം. ഊവെന്നക്ഷരം എഴുതുമ്പോൾ ഉണർന്നിരിക്കണം നാമെല്ലാം. ഉലകിൽ ഉന്മയും നന്മയും വന്നിടാൻ ഉണർന്നിരിക്കണം നാമെല്ലാം. ഉലക് എന്ന് പറഞ്ഞാൽ ലോകം, ഉന്മ എന്ന് പറഞ്ഞാൽ സത്യം, സത്യവും നന്മയുമൊക്കെ വരാനായിട്ട് നമ്മൾ ഉണർന്നിരിക്കണം. ഇപ്പം നമ്മൾ ഉറങ്ങണ്ടേ എന്നായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ചോദിക്കുക അല്ലേ? ഉറങ്ങണം, പക്ഷേ ഉണർന്നിരിക്കുമ്പം ഉറക്കം നടിക്കരുത്. നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു നന്മ ചെയ്യേണ്ട ഒരു സ്ഥലത്ത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉറങ്ങുന്നത് പോലെ നടിക്കരുത്. നമ്മൾ ഉണരേണ്ട സ്ഥലത്ത് എപ്പോഴും ഉണർന്നിരുന്ന് നമ്മൾക്ക് പറ്റുന്ന നന്മകളും സത്യവും നമ്മൾ ഈ ലോകത്ത് നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.